കേരള ക്രിക്കറ്റ് ലീഗ് ആദ്യത്തെ വർഷം തന്നെ വളരെ സക്സസ്ഫുള്ളായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളത് തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംബന്ധിച്ചൊരു ചരിത്ര സംഭവം തന്നെയാണ്. കാര്യം ഇങ്ങനൊരു ലീഗ് വർഷങ്ങളായിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്ലാനിങ്ങിലുണ്ടായിരുന്നു. അതനുസരിച്ച് നമ്മൾ ആലപ്പുഴയിലും തിരുവനന്തപുരത്തൊക്കെ ഈ ടൂർണമെൻറ്റുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പ്ലേയേഴ്സ് പൂൾ തന്നെ ഉണ്ടാക്കിയിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ക്രിക്കറ്റ് ലീഗ് തന്നെ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം. അതിൽ നമുക്കറിയാം മോഹൻലാലിൻ്റെ സംഭാവന വളരെ വലുതാണ്. കാണികളുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടി, ഒരു ജനശ്രദ്ധ എത്തിക്കാൻ വേണ്ടിയും കേരളം മുഴുവൻ തന്നെ നിറഞ്ഞു നിന്നൊരു സംഭവമായിരുന്നു മോഹൻലാലിനെ പോലൊരു ബ്രാൻഡ് അംബാസഡറിനെ നമുക്ക് കിട്ടിയത്. കാര്യം ബാക്കിയുള്ളൊരു ലീഗിലും അങ്ങനെ ഒരു ബ്രാൻഡ് അംബാസഡർ ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ പിന്നോടിയായിട്ട് ഇപ്പോൾ ബംഗാളിലൊക്കെ വന്നു. പക്ഷേ നമ്മളാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു ബ്രാൻഡ് അംബാസഡർ, അതും ലാലേട്ടന്മാരൊരു താരത്തെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത്. അതുപോലെ കഴിഞ്ഞ വർഷം തന്നെ നമുക്കറിയാം നമ്മളെല്ലാ മാച്ചും നമ്മുടെ കേരള ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് നടത്തിയത്. പല ലീഗുകളും ഡൊമസ്റ്റിക് ടൂർണമെൻറ്റുകൾ നടത്തുന്ന ഗ്രൗണ്ടുകളിൽ ഫസ്റ്റ് ക്ലാസ് ഗ്രൗണ്ടിലാണ് നടത്തിയിരുന്നത്. അതെല്ലാം കൊണ്ട് തന്നെ നമ്മൾ സംഘാടന തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു പ്രീമിയർ ലീഗിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു തലത്തിലേക്ക് നമ്മളെത്തി. കഴിഞ്ഞ വർഷം നമ്മൾ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെയാണ് എല്ലാവരും ഒരു 1.5 മാസം കൊണ്ട് തന്നെ നമ്മൾ ടീമുകളെ ഫ്രാഞ്ചൈസി ഓണേഴ്സിന് ബിഡ് ചെയ്തതും എല്ലാം പെട്ടെന്നായിരുന്നു. കാര്യം നമ്മൾക്കറിയാം കേരളത്തിലൊരു ഓഗസ്റ്റ് പകുതി വരെ മഴയായിരിക്കും. അത് കഴിഞ്ഞ് BCCIയുടെ ഫസ്റ്റ് ക്ലാസ് ഷെഡ്യൂൾസ് അല്ലെങ്കിൽ രഞ്ജി ട്രോഫി അല്ലെങ്കിൽ ടൂർണമെൻറ്റ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം സെപ്റ്റംബർ അവസാനം അല്ലെങ്കിൽ ആ ഒരു പകുതിയോടെ ആയിരിക്കും. അപ്പോൾ നമ്മളെല്ലാം ഒരു ഹറിബറിയായിട്ടാണ് കഴിഞ്ഞ വർഷം ചെയ്തത്. അപ്പോൾ അതിൻ്റേതായ ചില പോരായ്മകളുണ്ടായിരുന്നു. അതെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ ഈ വർഷം നമ്മൾ വളരെയധികം നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയി. പല ജനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഫാൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ KC ചെയ്യുന്നുണ്ട്. അതിനോടനുസരിച്ച് മാസ്കറ്റ് ലോഞ്ച് അല്ലെങ്കിൽ തന്നെ റെഡ് FM ആയിട്ട് ചേർന്നുകൊണ്ട് കേരളം മുഴുവൻ ഒരു യാത്ര എല്ലാം തന്നെ ഫാൻസിനെ കൂട്ടിക്കൊണ്ടുള്ള പല പരിപാടികളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എല്ലാ വർഷവും ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലായിരിക്കും ഈ ഒരു ടൂർണമെൻറ്റ് നടത്തുക. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ വെക്കേഷനാണ്. അപ്പം ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ ആളുകളെ ഗ്രൗണ്ടിലേക്കും അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ് ഒരു ഷോ ഒക്കെ നടത്താനുള്ള പല 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 പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. കേരള ക്രിക്കറ്റ് ലീഗ് കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ചു. അതിനോടനുസരിച്ച് നമുക്കറിയാം ആദ്യത്തെ മത്സരങ്ങളിലേക്ക് അധികം ആളുകൾ വന്നിരുന്നെങ്കിലും അവസാനത്തെ സെമി ഫൈനലും മുതലും ഫൈനലൊക്കെ 20,000-ഓളം കാണികൾ ആ ഒരു മാച്ചസ് കാണാൻ വരികയുണ്ടായി. അപ്പോൾ ടൂർണമെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് അതനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്തു. നമുക്കറിയാം ഈ വർഷം പുറകിൽ സഞ്ജു സാംസണും കൂടി കളിക്കുന്ന സമയത്ത് കൂടുതൽ കാണികൾ തീർച്ചയായിട്ടും സ്റ്റേഡിയത്തിലേക്ക് വരും. പിന്നെ ഇത്ര ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ കളിക്കുക എന്നുള്ളത് തന്നെ ഒരു പ്ലേയേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു ഫ്ലഡ് ലൈറ്റിൽ കാണിക്കുമ്പോൾ അവരുടെ കഴിവ് തെളിയിക്കാനൊരു ഇത് കൂടിയാണ്. അതനുസരിച്ച് തീർച്ചയായിട്ടും വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. കൂടുതൽ കുട്ടികൾ ക്രിക്കറ്റിലേക്ക് വരും, ആകർഷിതരാകും. അവർക്കും ഒരു ലിവിങ് ആണ്. കാര്യം ഓരോ ടീം ഫ്രാഞ്ചൈസീസും ഓപ്ഷൻ എടുക്കുമ്പോൾ അവർക്ക് ഒരു ക്രിക്കറ്റ് മാതാപിതാക്കളുടെ ഒരു എനിക്ക് തോന്നുന്നു സമ്മർദ്ദമില്ലാതെ അല്ലെങ്കിൽ അവരുടെ ഒരു ഫിനാൻഷ്യൽ ബാക്കിംഗ് ഇല്ലാതെ തന്നെ എന്താ ഒരു 1.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 75,000 രൂപ മുതൽ കുട്ടികൾക്ക് കിട്ടുന്നു ഒരു 2 മാസം കളിക്കുമ്പോൾ, പ്രത്യേകിച്ച് DATA. പിന്നെ വലിയ താരങ്ങളായിട്ട് സഞ്ജു സാംസണുമാർ അല്ലെങ്കിൽ ബേസിൽ തമ്പിയിലുമാർ താരങ്ങളായിട്ട് ഇടപെടാനുള്ളൊരു മാച്ച് കളിക്കാനുള്ളൊരു അവസരം കൂടിയാണ് ഓപ്പോസിറ്റ് ടീമിലോ അല്ലെങ്കിൽ കൂട്ടത്തിൽ നിന്നുകൊണ്ടോ. അപ്പോൾ അതെന്തായാലും അതെല്ലാം നമ്മളുടെ ഒരു ആഫ്റ്റർ KCL കേരള ക്രിക്കറ്റ് കുറച്ചും കൂടി തന്നെ മുമ്പോട്ട് പോകുന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാണികളെ ആകർഷിക്കുന്നത് താരങ്ങളാണല്ലോ. ക്രിക്കറ്റ് കളിയോട് താല്പര്യമുണ്ടെങ്കിലും താരങ്ങൾ കൂടി അതിനകത്ത് വരുമ്പോൾ സഞ്ജു സാംസൺ അല്ലെങ്കിൽ ചില സക്സേനമായത് ബേസിൽ തമ്പി അല്ലെങ്കിൽ വിഷ്ണു വിനോദ്, സച്ചിൻ ബേബി, അങ്ങനെ താരങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും കാണികൾ ആകർഷകരാകും, ഫാൻസ് കൂടും, ഫാൻ ബേസ് കൂടും. അത് തന്നെ ടീമുകൾക്കും അതൊരു എൻകറേജ്മെൻ്റ് ആയിരിക്കും. കാര്യം കാലി ഗാലറിയിൽ കളിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകളുള്ള സമയത്ത് കാണിക്കുമ്പോൾ അതല്ല സ്പോൺസേഴ്സ് ആയാലും അല്ലെങ്കിൽ അതിനകത്തേക്ക് ആകർഷകരാകും, കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടാവും. ഈ വർഷം തന്നെ നമ്മൾ ഏഷ്യാനെറ്റ് പ്ലസിലും നമ്മൾ ലോക്കൽ ചാനൽസിൽ അത് എല്ലാ മാച്ചസും സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ടും തീർച്ചയായിട്ടും കാണികളുടെ ഇടയിലേക്കും എനിക്ക് തോന്നുന്നു ഫാൻസിൻ്റെ ഇടയിലേക്കും KCL കുറച്ചും കൂടി കൂടുതൽ പോപ്പുലർ ആവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം തന്നെ നമുക്കറിയാം വിഘ്നേഷ് പുത്തൂർ ഒരു താരം, ആരും അറിയാത്തൊരു താരം നേരെ മുംബൈ ഇന്ത്യൻസിൻ്റെ ടീമിൽ കളിക്കുകയാണ്, പ്ലേയിങ് ലെവലിൽ കളിക്കുകയാണ്. ഫസ്റ്റ് സ്ട്രെയിറ്റ് ഫ്രം ദ കേരള ക്രിക്കറ്റ് ലീഗ്. അതപ്പോൾ തന്നെ കുട്ടികൾക്കും പേരൻസിനും ഒക്കെ അതിനോട് ഒരു താല്പര്യം പറയാണല്ലോ. കാര്യം നമ്മളുടെ കുട്ടികൾ സംഭവം നമ്മൾ കളിക്കുന്ന സമയത്ത് അറിയാം പേരൻസിന് ഇപ്പം പഴയമാരെയല്ല പേരൻസൊക്കെ വളരെയധികം ഇൻവോൾവ് ആണ് ഈ ക്രിക്കറ്റിൽ. കുട്ടികളുടെ ഫ്യൂച്ചറിൽ ക്രിക്കറ്റിലൊരു ഫ്യൂച്ചർ ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെ അവർ പേരൻസ് കാണുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കളികൾ ഈവൻ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിലും അവരൊക്കെ TV യിൽ കാണുന്നു. അവരെ വലിയ വലിയ ടാലൻറ്റ് ഹണ്ട്, ടാലൻറ്റ് സ്കൗട്ട്സ് വന്ന് വാച്ച് ചെയ്യുന്നു. ഇതെല്ലാം തന്നെ ഒരു വളരെയധികം യങ്സ്റ്റേഴ്സിനെ ഇതിനകത്തേക്ക് ആകർഷിക്കുകയും എനിക്കൊരു ക്ലബ്ബുകളിലേക്ക്, സാധാരണ ക്ലബ് ക്രിക്കറ്റാണ് കേരള ക്രിക്കറ്റിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ക്ലബ്ബുകളിലേക്ക് തന്നെ കൂടുതൽ കുട്ടികൾ
ക്രിക്കറ്റ് കളിക്കാനായിട്ട് ചേരുന്നു. അതേമാതിരി തന്നെ എല്ലാവരും പ്രൊഫഷണൽ രീതിയിലാണല്ലോ. മീൻസ് ജൂനിയർ ക്രിക്കറ്റിൽ തന്നെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക വീഡിയോ അനലിസ്റ്റും സ്റ്റാറ്റിസ്റ്റിക്സും അങ്ങനെ എല്ലാം കൂടി കൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് തന്നെയാണ് ഈ ടീം അംഗങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അതുതന്നെ യങ്സ്റ്റേഴ്സിൽ തുടക്കം തന്നെ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ ടി വിയിൽ കാണുമ്പോൾ അറിയാം, നമ്മളൊരു ഇൻ്റർനാഷണൽ മാച്ചസിൻ്റെ അതേ സ്റ്റാൻഡേർഡിലും അതേ ഒരു ക്വാളിറ്റിയിലുമാണ് ഈ ഒരു ടൂർണമെൻറ്റ് ഓർഗനൈസ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾക്ക് BCCIയിലും അല്ലെങ്കിൽ തന്നെ നമുക്ക് അതിനെപ്പറ്റി വലിയൊരു അപ്രീസിയേഷൻ കിട്ടി. നമ്മളുടെ ക്യൂറേറ്റേഴ്സ്, നമ്മുടെ ബിജു, നമ്മുടെ മെയിൻ ക്യൂറേറ്റർ, 10-20 ഗ്രൗണ്ട് സ്റ്റാഫ്, കേറ്ററിംഗ് യൂണിറ്റ്, പിന്നെ അതേമാതിരി തന്നെ എന്താ പറയുക അതിൻ്റെ പിറകിൽ ഒരുപാട് മാനേജർഷിപ്പ് അല്ലെങ്കിൽ സെക്യൂരിറ്റി, പിന്നെ ഒരുപാട് എന്താ പറയുക ഒരു മാച്ച് നടത്തുക എന്നുള്ള സീനിൽ നമ്മളൊരു സിനിമ ഷൂട്ടിംഗ് മാതിരി തന്നെ പുറകിൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഈവൻ നമ്മുടെ ഓഫീസ് മുതൽ നമ്മുടെ കേരള ക്രിക്കറ്റ് ഓഫീസ്, നമ്മുടെ CEO CFO ഉണ്ട്, മിനുമാൻ, അതുപോലെ അജയ്, അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ പുറകിലൊരു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 2 മാസമായിട്ട് നമ്മൾ ഓഫീസ് 24/7 വർക്ക് ചെയ്യുകയാണ് നമ്മുടെ ഓഫീസ്. അതേമാതിരി തന്നെ ഗ്രൗണ്ട് പ്രിപ്പറേഷൻ, ഓരോ ടീമിനും നമുക്കിപ്പോൾ 6 ഗ്രൗണ്ട് കൊടുക്കുന്നുണ്ട്. AFCക്ക് നമുക്ക് പല ജില്ലകളിലായിട്ട് ഫസ്റ്റ് ക്ലാസ് ലെവലുണ്ട് അവിടെ പ്രാക്ടീസ്. അതുപോലെ തന്നെ ഒരുപാട് എനിക്കൊണ്ട് കേരളത്തിലെ GDPയിലേക്ക് തന്നെ നമ്മൾ ഒരുപാട് ഇൻപുട്സ് തരുന്നത്. കാര്യം ഈ 6 ടീം വന്നിട്ട് ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കുന്നു. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ബസ്, നമ്മളിപ്പോൾ IPL മാതിരി തന്നെയാണ് കഴിഞ്ഞ വർഷം എല്ലാ ടീമും ബസ്സുകളൊക്കെ ബ്രാൻഡ് ചെയ്ത് വലിയ എന്താ പറയുക അതൊരു വലിയൊരു എനിക്ക് തോന്നുന്നു സ്പോർട്സ് എക്കോണമിയിൽ തന്നെ ഇതിലേക്കൊരു സംഭാവന കൂടിയാണ് കേരള ക്രിക്കറ്റ് ലീഗ് ചെയ്യുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം കേരള ക്രിക്കറ്റ് ലീഗ് നമ്പർ 1 ലീഗായി മാറണമെന്നാണ്. നമുക്കറിയാം കർണാടക പ്രീമിയർ ലീഗാണ് ഫസ്റ്റ് ഇത് തുടങ്ങി വെച്ചത്. അത് കഴിഞ്ഞ് തമിഴ്നാട് വന്നു, പിന്നെ ബറോഡ, അങ്ങനെ എല്ലാ സ്റ്റേറ്റും ഇപ്പോൾ ഈ പ്രീമിയർ ലീഗിൻ്റെ മാതൃകയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഇയർ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ വ്യൂവർഷിപ്പ് വളരെ വലുതായിരുന്നു. ഈവൻ നമ്മുടെ ഏഷ്യാനെറ്റിൽ ഞാൻ പറഞ്ഞല്ലോ, മലയാളത്തിൽ നമ്മൾ 3 മാച്ചസ് കഴിഞ്ഞ പ്രാവശ്യം ടെലികാസ്റ്റ് ചെയ്തു. അതിന് നമ്മൾ വളരെ വ്യൂവർഷിപ്പ് കൂടുതലായിരുന്നു. അതുകൊണ്ട് ഈ വർഷം നമ്മൾ എല്ലാ മാച്ചും ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് മലയാളം ലോക്കൽ ചാനൽ ടെലികാസ്റ്റ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്കറിയാമല്ലോ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. അപ്പോൾ നാച്ചുറലി ഈ ഒരു വിൻഡോ വളരെയധികം സ്പോൺസേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റിയൊരു വിൻഡോ ആണ് കേരള ക്രിക്കറ്റ് ലീഗ്. കേരളത്തിലെ എല്ലാ പത്രമാധ്യമങ്ങളും സ്പോർട്സ് പേജ് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പം ഇതൊക്കെ ഒരു ആഡഡ് അഡ്വാൻറ്റേജാണ് സ്പോൺസേഴ്സിന് ഇത് ചെയ്യാൻ. അതുപോലെ തന്നെ 3-3.5 മണിക്കൂറോളം അല്ലെങ്കിൽ 4 മണിക്കൂറോളം എല്ലാ ദിവസവും വേൾഡ് വൈഡ് അല്ലെങ്കിൽ സ്റ്റാർ സ്പോർട്സ് 3യിലും ഏഷ്യാനെറ്റിലും മാച്ച് കാണുന്നു. അപ്പോൾ ഒരു പരസ്യം ചെയ്യാനും അതനുസരിച്ചുള്ള ഒരു പൊട്ടൻഷ്യൽ മാർക്കറ്റും കൂടിയാണ് കേരള ക്രിക്കറ്റ് ലീഗ്. നമുക്കിപ്പോൾ ഒരു കേരള ക്രിക്കറ്റ് മുകളിൽ ഹേർഡിൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മാത്രമാണ് ഫ്ലഡ് ലൈറ്റ്സ് ഉള്ളത്. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ മംഗലപുരത്ത് നമ്മൾക്ക് ഫസ്റ്റ് ക്ലാസ് ഗ്രൗണ്ടിലേക്ക് നമ്മൾ ഗ്രൗണ്ടിൽ ലൈറ്റ്സ് ഫിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ആലപ്പുഴയിലും ഓരോ സോണിലും, അതായത് നോർത്ത് സോൺ, സൗത്ത് സോൺ, സെൻട്രൽ സോൺ, അങ്ങനെ 3 സോണാണോ കേരള ക്രിക്കറ്റ്. അതിൽ 3 സോണിലും ഓരോ സെൻറ്ററിൽ ഫസ്റ്റ് ക്ലാസ് ഗ്രൗണ്ടിൽ നമ്മൾ ലൈറ്റ്സ് ഫിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നാച്ചുറലി അത് വന്നു കഴിയുമ്പോൾ 1-2 വർഷത്തിനുള്ളിൽ നമ്മൾ അടുത്ത ഒരു ഹോം ആൻഡ് അവേ മാച്ചസോ അല്ലെങ്കിൽ ഓരോ വർഷവും ഓരോ ഡിസ്ട്രിക്റ്റിലും, അതുപോലെ സെമി ഫൈനലും ഫൈനലും മാത്രം ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ, അങ്ങനെ പല പ്ലാൻസും KCAക്ക് ഉണ്ട്. അതേപോലെ തന്നെ വിമൻ പ്രീമിയർ ലീഗും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഒരു വിമൻ ടാലൻറ്റ് വളരെയധികം സ്ട്രോങ് ആണ് കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ച്. നമ്മളുടെ 3 കുട്ടികൾ ഇന്ത്യ കളിച്ചു കഴിഞ്ഞു. ഇന്ത്യ Aയിലിപ്പം 3 കുട്ടികളുണ്ട് ഇപ്പോഴും. അപ്പോൾ നമ്മളുടെ വയനാട് അക്കാഡമി ഉണ്ട്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അക്കാഡമിയാണ്. എനിക്ക് ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് കൂടുതൽ താരങ്ങൾ നമ്മൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന് വിമൻ പ്രീമിയർ ലീഗും ഇതെല്ലാം KCAയുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻസിലുള്ളതാണ്. നമ്മളറിയാം ഒരു IPL അല്ലെങ്കിൽ ഇപ്പം തീർച്ചയായിട്ടും ക്രിക്കറ്റ്, അതും ഷോർട്ട് ഫോമാറ്റ് T20 ക്രിക്കറ്റ് ബാറ്റ്സ്മാൻമാരുടെ ഗെയിം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. എല്ലാവരും വിക്കറ്റ് കാണാനല്ല ആൾക്കാർ വരുന്നത്, കൂടുതലും സിക്സറുകളും ബൗണ്ടറികൾക്ക് വേണ്ടിയിട്ടാണ് കാണികൾ വരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്കിവിടെ നല്ല ഈക്വലി കോമ്പറ്റീറ്റീവായിട്ടുള്ള ഒരു വിക്കറ്റാണ് കിട്ടിയത്. ഒരു ബാറ്റ്സ്മാൻ ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഈക്വലി ബൗളേഴ്സിനും ബാറ്റ്സ്മാൻമാർക്കും തീർച്ചയായിട്ടും അനുകൂലമായ ഒരു വിക്കറ്റ് കിട്ടിയിരുന്നു. നമുക്ക് ഏറ്റവും വലിയ ഹേർഡിൽസും അത് തന്നെയായിരുന്നു. കാര്യം നമ്മൾ അടുപ്പിച്ച് മാച്ച് കളിക്കുകയാണ്. അപ്പോൾ 2 മാച്ച് ഒരു ദിവസം കളിക്കുകയാണ്. നല്ല വിക്കറ്റ് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ KCAക്കും അല്ലെങ്കിൽ ക്യൂറേറ്റേഴ്സിനെ സംബന്ധിച്ച് നമുക്ക് ഒരു വലിയൊരു പ്രധാനമായൊരു വെല്ലുവിളി. പക്ഷേ അത് നമ്മുടെ ഇവിടുത്തെ ക്യൂറേറ്റർ ബിജു, അദ്ദേഹം സീസണിൻ്റെ ക്യൂറേറ്ററാണ്. ഒരുപാട് മാച്ചസ് അദ്ദേഹം ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. മീൻസ് എന്താ പറയുക ഇൻ്റർനാഷണൽ മാച്ചസ് കണ്ടക്ട് ചെയ്യാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമും അതിനുവേണ്ടി എനിക്കൊണ്ട് വളരെയധികം നേരത്തെ തന്നെ പ്രവർത്തിച്ചു തുടങ്ങി. അതിൻ്റേതായ ഫലം കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു. ഈ വർഷം തീർച്ചയായും അതേമാതിരി തന്നെ ആയിരിക്കുള്ളൂ എന്നുള്ള അദ്ദേഹം അതിനുള്ള എക്സ്പീരിയൻസ്ഡാണ്. നമ്മുടെ ടീം അതിനുവേണ്ടി തന്നെയുള്ള ഒരു ക്രിക്കറ്റ് സെറ്റപ്പ്, അതല്ലെങ്കിൽ എന്താ പറയുക
ക്യൂറേറ്റേഴ്സും ഗ്രൗണ്ട് സ്റ്റാഫും എല്ലാം വർഷങ്ങളായിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ത്രില്ലിംഗ് മാച്ചസിനുള്ള ഒരു വിക്കറ്റ്സ് തന്നെയായിരിക്കും ഇപ്രാവശ്യം. ഫ്രാഞ്ചൈസികളാണല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. അവർ നമ്മളെ കേരള ക്രിക്കറ്റ് അസോസിയേഷനെ വിശ്വസിച്ചുകൊണ്ടാണ് അവർ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എനിക്കാണ് ഒരു ഫ്രാഞ്ചൈസി ഏകദേശം ഒരു 4 മുതൽ 5 കോടി രൂപ വരെയാണ് ഒരു വർഷം അവർ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും അവർക്ക് റിട്ടേൺസ് വേണം. അതിന് കാണികൾ അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് എത്തുന്ന കാണികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ വ്യൂവർഷിപ്പും സ്പോൺസർഷിപ്പും ഒക്കെ തീർച്ചയായിട്ടും നമ്മളിതൊരു ബഡ്ഡിങ് സ്റ്റേജാണ്, ഒരു ഇയറിലേ ആയുള്ളൂ. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു ഒരുപാട് എനിക്ക് പറയാം അവരുടെ സപ്പോർട്ട് കെ സി എക്ക് അവരുടെ പ്ലേയേഴ്സിനെ നമ്മൾ വിശ്വസിച്ചു, കെ സി എനെ വിശ്വസിച്ച് വന്നുകൊണ്ടാണ് അവർ തീർച്ചയായിട്ടും കെ സി അതിന് മാക്സിമം അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഓരോ ഏഷ്യാനെറ്റ് പ്ലസിലും അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രൊമോഷൻസും ചെയ്തുകൊണ്ട് കൂടുതൽ കാണികളിലേക്ക് എത്തിക്കുക. അതനുസരിച്ച് അവരും ബ്രേക്ക് ഈവൺ ആണ് കാര്യം. അവരുടെ നിലനിൽപ്പാണല്ലോ ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ നിലനിൽപ്പ്. തീർച്ചയായിട്ടും അത് അങ്ങനെയാണ്. ഇതൊരു ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയാണല്ലോ. തീർച്ചയായിട്ടും ക്രിക്കറ്റിനോട് അവർക്ക് എല്ലാവരും എനിക്ക് തോന്നുന്നു ക്രിക്കറ്റിനോട് താല്പര്യമുണ്ട്. ഇപ്പോൾ പ്രിയേട്ടൻ മുതൽ എനിക്ക് ഓരോ ടീമും അവരെല്ലാം ക്രിക്കറ്റിനോടുള്ളൊരു താല്പര്യം കൂടി കൊണ്ട് മാത്രമാണ്, ഒരു ഫിനാൻഷ്യൽസ് മാത്രം നോക്കിയിട്ടല്ല ഈ ടീം എടുത്തിരിക്കുന്നത്. അതൊരു എന്താ പറയുക സ്പോർട്സ്മെൻ സ്പിരിറ്റും അല്ലെങ്കിൽ ആ സ്പോർട്സിനോടുള്ള അല്ലെങ്കിൽ ക്രിക്കറ്റിനോടുള്ള താല്പര്യം, അപ്പോൾ അതെല്ലാം കൊണ്ടാണ് ഒരു ടീം അവർ ബിഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും എല്ലാവരും വളരെയധികം സ്ട്രോങ് ആയിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളും അതേമാതിരി തിരിച്ചെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കെ സി എം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ പ്ലേയേഴ്സ് പേഴ്സ് നമ്മൾ 35 lakhs ആയിട്ട് വെച്ചിരുന്നത്, പ്ലസ് ഐക്കൺ പ്ലെയർ എന്നുള്ള രീതിയിലൊരു +10% ഒരു ഹയസ്റ്റ് ബിഡിൻ്റെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം നമ്മളുടെ അടുത്ത് പല ഫ്രാഞ്ചൈസികളും അത് കുറച്ച് അവർക്ക് ഓപ്ഷന് വരുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് അത് പ്ലേയേഴ്സിനെ ബിഡ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് 50 lakhs ആയി. തീർച്ചയായിട്ടും നമ്മൾ നാച്ചുറലി ക്രിക്കറ്റ് ലീഗിൻ്റെ വളർച്ചയോടനുസരിച്ച് തന്നെ ഫ്രാഞ്ചൈസികളും വളരണം. അപ്പോൾ അവർക്കും പേഴ്സ് കൂട്ടാൻ താല്പര്യമുണ്ടാകും. കാര്യം ഇവർ ഞാൻ പറഞ്ഞു ലാഭം ഉദ്ദേശിച്ച് വന്നവരല്ല. നാച്ചുറലി അതൊരു എന്താ പറയുക കുറച്ച് സ്പോർട്സിനോട് താല്പര്യം ഉള്ള രീതി വരുമ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം ക്രിക്കറ്റിലേക്ക് തന്നെയാണല്ലോ വരുന്നത്, അത് പ്ലേയേഴ്സിനായിക്കോട്ടെ. അപ്പോൾ അത് പേഴ്സ് ആ ഒരു സമയത്ത് നോക്കും. നമ്മളുടെ ഒരു ടാലൻറ്റ് പൂള് ഇതെല്ലാം വെച്ച് നോക്കിയിട്ട് കെ സി അതനുസരിച്ച് ഫ്രാഞ്ചൈസികളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഭാവിയിൽ മുമ്പോട്ട് പോവാം. ചിലപ്പോൾ അത് കൂടാനുള്ള സാധ്യതകളുണ്ട്. എനിക്കിതിനകത്ത് പറയാനുള്ളത് ഇതൊരു കേരള ക്രിക്കറ്റ് ലീഗ് തീർച്ചയായിട്ടും പ്ലേയേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മളുടെ പ്ലേയേഴ്സാണ്. കാര്യം അവർക്ക് ഒരു വലിയൊരു വിൻഡോ ആണ്, വേൾഡിന് മുമ്പിൽ അവരുടെ കഴിവ് തെളിയിക്കാനുള്ള ഏറ്റവും വലിയ വിൻഡോ ആണ്. അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫാൻസിൻ്റെ സപ്പോർട്ടാണ്. അതിന് ടി വിയിലിരുന്ന് കാണുക, അതുകൂടാതെ തന്നെ ടി വിയിലിരുന്ന് കാണുന്നതിനേക്കാളും കൂടുതൽ ഗ്രൗണ്ടിൽ പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരിക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് അത്രയും ഒരു നിറഞ്ഞ ഗാലറി കളിയുമ്പോൾ നാച്ചുറലി ടീം ഓണേഴ്സ് ഹാപ്പി ആയിരിക്കും. കാര്യം സ്പോൺസേഴ്സിനെ കിട്ടാനുള്ള കൂടുതൽ എന്താ പറയുക അവർക്കൊരു ഇതും കൂടെയാണ്. ഇത്ര 10,000-20,000 പേര് ഒരു മാച്ച് കാണുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ നാളെ ഒരു മാർക്കറ്റിംഗ് ആംഗിളിൽ ചിന്തിക്കുമ്പോൾ ഒരു ഓണറോ അല്ലെങ്കിൽ ഒരു ഫ്രാഞ്ചൈസി പോയിട്ട് നമ്മളുടെ ടീമിൻ്റെ സ്പോൺസർഷിപ്പിന് പോകുമ്പോൾ ഏറ്റവും വലിയ അത് നോക്കുന്നത് നിറഞ്ഞ ഗാലറി അല്ലെങ്കിൽ വ്യൂവർഷിപ്പ് ഇതെല്ലാമാണ് അവരുടെ റേറ്റിംഗ്സ് കൂടുന്നത്. അപ്പോൾ തീർച്ചയായും തിരുവനന്തപുരത്ത് പ്രാവശ്യം ഓണമാണ്, വെക്കേഷനാണ്. ഓൾമോസ്റ്റ് നമ്മൾ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് പല പാക്കേജുകളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാണികൾ കേരളത്തിലെ എല്ലാ കാണികളും എല്ലാ ജില്ലകളിൽ നിന്നും ഇപ്പോൾ ടീമുള്ള ജില്ലകളുണ്ട്. ഇപ്പോൾ 6 ജില്ലകൾക്കാണ് ടീമുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക, ക്രിക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുക, കളി കാണാൻ വരിക. എന്തായാലും ഓപ്പൺ ടു ഫ്രീ ആണ്. നമ്മൾ ടിക്കറ്റ്സ് ഒന്നും ചാർജ് ചെയ്യുന്നില്ല, ഫ്രീ ആണ് പബ്ലിക്കിന്. അപ്പോൾ തീർച്ചയായിട്ടും ഗ്രൗണ്ടിൽ വരിക, നമ്മുടെ പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ സഞ്ജു സാംസൺമാരും തിരു യോഹന്നാന്മാരും ശ്രീശാന്ത്മാരും ഈ ലീഗിൽ നിന്ന് വരട്ടെ. അപ്പോഴാണല്ലോ കേരള ക്രിക്കറ്റിൽ ഞങ്ങൾക്കൊരു ചാരിതാർത്ഥ്യം. ഈ ടീം വഴി അല്ലെങ്കിൽ ഈ ലീഗ് നടത്തുന്നതുകൊണ്ട് പ്ലേയേഴ്സ് ബെനിഫിറ്റ് ചെയ്യുന്നു, ഫ്രാഞ്ചൈസി ബെനിഫിറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും കേരള ക്രിക്കറ്റ് ലീഗ് ബെനിഫിറ്റ് ചെയ്യുന്നത് പ്ലേയേഴ്സ് ഇന്ത്യ കളിക്കുമ്പോഴാണോ അല്ലെങ്കിൽ കൂടുതൽ നല്ല പ്ലേയേഴ്സ് ഉണ്ടാകുമ്പോഴാണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നമ്മൾ രഞ്ജി ട്രോഫിയിൽ ഈ കേരളത്തിലെ ഇന്ത്യയിലെ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ റണ്ണറപ്പായി. ചെറിയൊരു വ്യത്യാസത്തിലാണ് നമുക്ക് കളി നമ്മൾ തോറ്റില്ല, ഡ്രോ പിടിക്കുകയായിരുന്നു. ഫസ്റ്റ് ഇന്നിങ്സ് ലീഡിലാണ് നമ്മൾക്ക് ആ ട്രോഫി നഷ്ടപ്പെട്ടത്. അതും നമ്മളുടെ ചരിത്രത്തിൽ 75 വർഷത്തെ ചരിത്രത്തിൽ നമ്മൾ ആദ്യമായിട്ട് രഞ്ജി ട്രോഫി ഫൈനലിലെത്തി. അതും വളരെ നല്ല പെർഫോമൻസോടുകൂടി എത്തി. വലിയ ടീമുകളെ ബംഗാൾ, കർണാടക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗുജറാത്ത് അങ്ങനത്തെ ടീമുകളെ തോൽപ്പിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇന്നിങ്സ് ലീഡിലും എടുത്തുകൊണ്ടാണ് നമ്മൾ ഫൈനലിലെത്തിയത്. അതൊക്കെ തന്നെയാണ് നമ്മൾക്ക് ഈ ഒരു എന്താ പറയുക നമ്മൾക്ക് ചാരിതാർത്ഥ്യം കിട്ടുന്നത്. നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു BCCIയിൽ വലിയ ശക്തികൾ കേരളം ഒരു ശക്തിയേ ആയിരുന്നില്ല. നമുക്കറിയാം മുംബൈ അല്ലെങ്കിൽ കർണാടക, ഡൽഹി അങ്ങനത്തെ ടീമുകളാണ് രഞ്ജി ട്രോഫി എപ്പോഴും വിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അസോസിയേഷനിലെ ബോർഡിലൊക്കെ പോയിരിക്കുമ്പോൾ തല താത്തിപ്പോകുന്ന അടുത്ത് തല ഉയർത്തി പിടിച്ച് തന്നെ അവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്.